ഹലോ ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്കൊന്നും അറിയുണ്ടാവില്ല, പക്ഷേ എനിക്കൊക്കെ അറിയാം കേട്ടോ. എൻ്റെ ഈ പ്രായക്കാർക്കും ചിലർക്കൊക്കെ അറിയുണ്ടാവും, ചിലർക്കൊക്കെ അറിയുണ്ടാവില്ല. അങ്ങനെ അയക്കാറും. ഏതായാലും ഞാൻ മുഖവേരല്ലാതെ കാര്യം തന്നെ പറയാം. ഈന്തും പൊടി ഉണ്ടാക്കുകയാണ് കേട്ടോ. എത്ര ആൾക്കാർക്ക് അത് പറഞ്ഞാൽ അറിയുന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞങ്ങളെ നാട്ടിലൊക്കെ ഈന്തും പൊടി ഉണ്ടാക്കുക എന്ന് തന്നെ പറയില്ലേ. ഇത് സുലഭമായിട്ട് കണ്ടുവരുന്നത് എൻ്റെ അമ്മേൻ്റെ വീട്ടിലെ ആ ഭാഗത്തൊക്കെയാണ് കേട്ടോ. ഞാൻ കുഞ്ഞുനാളിലെ അവിടെ നിന്ന് ഇതൊക്കെ കഴിച്ചുള്ള ശീലം എനിക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ കഴിക്കലും ഉണ്ടാക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അവിടെ നിന്നൊക്കെ പോകുന്നതിൻ്റെ ശേഷം പിന്നെ ഈ ഒരു സംഭവം എനിക്ക് കിട്ടിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല കേട്ടോ. പിന്നെ ഇതിപ്പോൾ വലിയ അമ്മോനെ മില്ലിലാണ്. അപ്പോൾ അമ്മോനക്ക് അവിടെ നിന്നോ കിട്ടിയപ്പോഴേ അമ്മോ ലേസം പൊടി ഉമ്മാക്ക് കൊടുത്തതേനെ. അപ്പം ഉമ്മ പറഞ്ഞു ഏതായാലും ആയില്ല, ഞാൻ കുട്ടികളൊക്കെ വരുമ്പോൾ ഉണ്ടാക്കുക പറഞ്ഞാണ്ട് അങ്ങനെ ഞങ്ങൾ ചെന്നൊന്ന് ഉണ്ടാക്കിയേനെ കേട്ടോ. ഇത് ഉണ്ടാക്കാൻ വലിയ പേരൊന്നുമില്ല, വെക്കണവർക്ക് കേട്ടോ. ഇതറിയാത്തവർക്ക് അതൊരു പേരം തന്നെ കാരണം നമ്മൾ സാധാരണ പത്തിരിപ്പൊടി വാട്ടും പോലെ തന്നെ ഈ പൊടി വാട്ടിയെടുക്കാം. എന്നിട്ട് നല്ലോണം കുഴച്ചിക്കാം. നല്ലോണം പത്തിരിൻ്റെ മാതിരി കുഴയൊന്നും ആകണ്ട കേട്ടോ. ഒന്നും തമ്മ കൂട്ടിക്കാണ്ടൊന്നും കുഴ ആയാൽ മതി. ആ കുഴ അതിൻ്റെ ശേഷം ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് ചെറിയ കുഞ്ഞുരുളകൾ എടുക്കുക. നമ്മളിപ്പോൾ എത്ര ഒരു ചെറിയൊരു അരിനെല്ലിക്കല്ലേ, അരിനെല്ലിക്കൻ്റെ ആ ഒരു വലുപ്പത്തിൽ ചെറിയ ഉരുളാക്കിയിട്ട് ഇങ്ങനെ ഞാൻ ഈ കാട്ടണ പോലെ തന്നെ കാട്ടിട്ടോ. എന്നിട്ട് അങ്ങനെ ഇതിന് ഞങ്ങൾ പറയൽ ഈന്തുംപൊടി എന്നാണ് കേട്ടോ. പിന്നെ ഇതേപോലെ ഒരു കുഞ്ഞിപ്പൊടി ഉണ്ടാക്കിയാണ്ട് ഒരു പായസം ഉണ്ടാകലുണ്ടല്ലോ, അതും അവിടെ എൻ്റെ ഉപ്പാക്ക് എപ്പോഴും ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഞാൻ അങ്ങനത്തെ ഓരോരോ കിസ്മത്തും പണികളുണ്ടാവും. ഞങ്ങൾക്ക് ഉപ്പാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ താത്താക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കതൊന്നും അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്കും ഇഷ്ടമാണ്. അങ്ങനെ കുഞ്ഞിപ്പൊടികൾ ഉണ്ടാക്കാണ്ട് ഞങ്ങൾ പലയിടത്തും പല വലുപ്പത്തിലാകുന്നുണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. മറ്റവരൊന്നും വീഡിയോ എടുക്കാൻ അയച്ചില്ലോ അല്ലേ. പിന്നെ അല്ല ഇവിടെ കുറേ തഗ്ഗുകൾ വരുന്നുണ്ട്. ഞാനതൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചതാണ്. ഓരോ കോമഡി പറയുന്നുണ്ട്. ഞങ്ങൾ ഈ പണിയെടുക്കണനുസരിച്ച് ഞങ്ങളിപ്പം കുട്ടികളും ഉണ്ട് കേട്ടോ. ചെറിയ ഞങ്ങളെ രണ്ടാളെ കുട്ടികളും ഉണ്ട്. ഓരോ ഒപ്പിച്ച് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കട്ടെ, ഒരിക്കൽ ചപ്പാത്തി എല്ലാം അറിയുള്ളൂ. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കട്ടെ. അപ്പോൾ മറ്റോളം അറിയും ഞാൻ ഉണ്ടാക്കട്ടെ, ഇങ്ങോട്ട് കാട്ടിക്ക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറോണ്ട് കേട്ടോ. അതാണ് ഒരു ഉരുള രണ്ടാക്കും ഓരോ കുഞ്ഞുരുള കൊടുത്തേക്കണേ. എന്നിട്ട് അതൊന്നും നോക്കാതെ അവനാന് കിട്ടിയത് വേണ്ട, ഓക്ക് എന്താ കൊടുത്തത് അത് മതി മറ്റോൾക്കും. അങ്ങനെ ഓല കച്ചറയും ഉൽമാലൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇത് കുറച്ച് ദിവസം ആയിക്കണ്ട് ഉണ്ടാക്കിയിട്ട്. ഞാൻ പിന്നെ അവിടുന്ന് എനിക്ക് ഇത് അപ്ലോഡ് ആക്കാൻ പറ്റിയില്ല. അവിടെ ഭയങ്കര റേഞ്ച് പ്രോബ്ലമാണ് വീട്ടിൽ. അപ്പോൾ വീട്ടിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനങ്ങോട്ട് മലപ്പുറത്തേക്ക് എത്തട്ടെ, എന്നിട്ട് അപ്ലോഡ് ആക്കാൻ വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഏതായാലും കുഞ്ഞിപ്പൊടികളൊക്കെ ഉണ്ടാക്കാനുണ്ടാവും. അങ്ങനെ മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞ് കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞിപ്പൊടി ഉണ്ടാക്കി. പിന്നെ അതേപോലെ ഇതിക്ക് ബീഫ് ഉമ്മ തീമച്ച് കണ്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ വെച്ചാൽ ഉണ്ടാക്കുന്ന ആൾക്കാർ വേറെയും വീഡിയോ എടുക്കുന്ന ആൾക്കാർ വേറെ ആകുമ്പോൾ സംഗതി അറിയില്ല. പക്ഷേ ഞാൻ തന്നെ ഉണ്ടാക്കുകയാണ്, ഞാൻ തന്നെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇത് സംഗതി കറക്റ്റിന് കിട്ടുള്ളൂ കേട്ടോ. ഇമ്മ അപ്പോൾ ഈ കുഞ്ഞിപ്പൊടി ഉണ്ടാക്കണതിൻ്റെ എത്രയോ ഇടയ്ക്ക് ഈ ഇറച്ചിയൊക്കെ മുറിച്ചേക്കാണ്ട് തീമച്ചേക്കണം. ഇറച്ചി സാധാ പോലെ തന്നെ കേട്ടോ. അതിൽ സാധാ നമ്മൾ ഇറച്ചി വറ്റാൻ എന്തൊക്കെയാണ് ഇടല് അതേ സാധനങ്ങൾ തന്നെ ഇട്ടിട്ടുള്ളൂ. അത് പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ ഇറച്ചി മുളിയും വെക്കുമ്പോൾ കൂടുതൽ മസാലകൾ അങ്ങനെയൊന്നും ഇടൂല എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ അങ്ങനെ നല്ലത് സാധാരണ ഇറച്ചി വറ്റണ പോലെ തന്നെ ഉമ്മ വറ്റിക്കണത്. അങ്ങനെ ഇറച്ചി അവിടെ വറ്റി വെച്ചേക്കണേ. പിന്നെ എനിക്ക് തേങ്ങ അരച്ച് പാരണം. അങ്ങനെ ഞാൻ തേങ്ങ ചേട്ടണം. എൻ്റെ വീട്ടിലായതുകൊണ്ടായിട്ട് മക്കളെ ഇത് തിണ്ടൊക്കെ എങ്ങനെ കാണുന്നത്. നമുക്ക് വീട് വേറെ അവിടെ വെക്കണുണ്ട്. അപ്പോൾ ഇതിന്മേൽ പിന്നെ കാര്യമായിട്ട് ആരും ഒന്നും നോക്കിയിട്ടില്ല. അങ്ങനെ ഒപ്പിച്ച് പോവുകയാണ്. അങ്ങനെ ഇതിലേക്ക് ചെറിയുള്ളിയും ചെറിയ ജീരകമാണ് ഇട്ടത്. അതിട്ടതിൻ്റെ ശേഷം ഈ തേങ്ങയും കൂട്ടിയിട്ട് നന്നായിട്ട് അരക്കുക. നമ്മൾ സാധാരണ കറിക്ക് തേങ്ങ അരക്കണ പോലെ അരിയും വേണ്ട. നമ്മളൊരു കൂട്ടാനത്തൊക്കെ തേങ്ങ അരക്കൂലേ, അതേപോലെ തേങ്ങ അരക്കുക കേട്ടോ. തേങ്ങ അരച്ച് പാര അപ്പയിൽ രസമുണ്ട്. തേങ്ങ ആദ്യം അരച്ച് പാർന്നിട്ട് പിന്നെ അതിക്ക് ഈ ഇതും പൊടി തിളപ്പിച്ചിടലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേ പോയെന്നപ്പോൾ മുമ്പിൽ അത് തേങ്ങ അരക്കലും പാരലും തിളപ്പിച്ച് ഊറ്റലും ഇടലൊക്കെ കഴിഞ്ഞേക്കണം. ഏതായാലും ആ വിശേഷങ്ങളൊക്കെ നിങ്ങളിങ്ങനെ കണ്ടു നോക്കിട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുള്ളൂ. ഇതിലേക്ക് പിന്നെ പച്ചവെള്ളം വേറെതൊന്നും കൂട്ടണ്ട കേട്ടോ. അങ്ങനെ വെള്ളം പറന്നുകാണ്ട് ഈ ചെറുള്ളിയും ചെറിയ ജീരകവും ഇട്ടിട്ട് അരച്ചാൽ മതി. അങ്ങനെ ചെമ്പട്ടിക്ക് തേങ്ങ പറന്നുകാണ്ട് നാത്തൂന് ഊറ്റിയിട്ടിക്കണം. അപ്പോഴാണ് ഞാൻ അത് കാണുന്നത്. അപ്പോൾ ഇത് ഇതും കൂടി ഇങ്ങനെ വെള്ളം വെച്ചുകാണ്ട് അതിൽ തിളപ്പിച്ചുകാണ്ട് ഊറ്റിയിട്ട് കേട്ടോ. വെള്ളം വെച്ചുകാണ്ട് നല്ലോണം തിളപ്പിക്കുക. ഒരു 5 മിനിറ്റ് തിളച്ചതിൻ്റെ ശേഷം ഇങ്ങനെ ഊറ്റിക്കാണ്ട് ഈ തേങ്ങ അരച്ച് പാർന്ന് ഈ ചെമ്പട്ടിക്ക് കണ്ടുക. അതിക്ക് തേങ്ങ അരച്ചതിനെ പറഞ്ഞിട്ടോ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. അങ്ങനെ തേങ്ങ അരച്ച് പാർന്നുകാണ്ട് അതിക്കിട്ട് ഇനി അതിക്ക് ഇറച്ചിയാണ്ട് ഇട്ടുകാണ്ട് ഇളക്കുക. അപ്പോൾ ഈന്തും പൊടി റെഡിയാവും. അതാ ഇറച്ചിട്ട് കണ്ട് ഇളക്കണം. ഇടണത് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഞാൻ വേറെ ഏതോ വഴിക്ക് പോയി.
ഇങ്ങനെയാണ് ഈന്തുംപൊടി ഉണ്ടാക്കൽ. അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല രസമായിട്ട് മക്കളെ. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. എൻ്റെ രണ്ടാമത്തെ നാത്തൂനിക്ക് പറ്റിയില്ല, ഓളിത് ആദ്യമായിട്ട് കഴിക്കുകയാണല്ലോ. പക്ഷെ ബാക്കി എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അതേപോലെ തന്നെ അമ്മോൻ്റെ മരുവൊക്കെ ഇഷ്ടമായില്ലായിരുന്നു, കുട്ടികൾക്കും വല്ലാതെ ഇഷ്ടമായില്ലായിരുന്നു. അമ്മോനും അമ്മായിക്കൊക്കെ ഇഷ്ടമാണ്, ഞങ്ങൾക്കൊക്കെ ഇഷ്ടം, ഞങ്ങളൊക്കെ കഴിച്ചു, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈന്തുംപൊടി കിട്ടണവർ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടിട്ട് നല്ല രസമായിക്കാരം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.